മട്ട റൈസ് വെച്ചിട്ടാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴക്കട്ട ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ തേങ്ങാ ചട്നിയോട് കൂടി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊഴക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ മട്ട റൈസാണ്. ഏത് മട്ട റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യം കഴുകിയ ശേഷം 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിരിക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അതിൽ തന്നെ ഇട്ടിരിക്കുക. ഒരു അരമണിക്കൂർ മുഴുവനായിട്ടും വെള്ളം ഒന്ന് വാർന്ന് കിട്ടുന്നവരേക്കും ചിപ്പിലോ അല്ലെങ്കിൽ സ്ട്രെയിനറിലോ ഇതുപോലെ അരിപ്പയിലോ ഇട്ട് വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം വെള്ളം വാർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അടിയിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ അതിലോട്ടൊന്ന് വീഴ്ന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം ഇതൊരു കോട്ടൺ തുണിയിൽ വിരിച്ച് വയ്ക്കുക. വെയിലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ ഏകദേശം മതിയാവും. നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം. എന്നിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം. 1 മണിക്കൂർ നല്ലൊരു വെയിലുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാവും. ഇനി നല്ലപോലെ ഉണങ്ങിയ ശേഷം ഇത് ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിയേണ്ട രീതിയിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അരി ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു അരക്കപ്പായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. മുഴുവൻ അരിയും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ചൂടാവും. അപ്പോൾ 2-3 പ്രാവശ്യം നിർത്തി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അന്നേ ദിവസം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വരെ നമുക്കിത് പൊടി സൂക്ഷിക്കാവുന്നതാണ്. അരി ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു. അടുത്ത ദിവസമാണ് കൊഴക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കുക. ഇതിലോട്ട് 2.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പിൻ്റെ ഒരു നിറം മാറണം. ഇനിയിപ്പോൾ ഇതിലോട്ട് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില 2ആയിട്ട് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവിന് നിങ്ങൾക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവ് കുറച്ച് മതിയായതുകൊണ്ട് 1 വറ്റൽമുളക് 2ആയിട്ട് കീറിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ എല്ലാം നിറം മാറുന്നവരേക്കും ചെറിയ തീയിലിട്ടൊന്ന് വഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരി മെഷർ ചെയ്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തീ ഒരു മീഡിയം തീയിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ച അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പ് അലിയും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് രസം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും അരിപ്പൊടി ചേർന്ന് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ട തട്ടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെള്ളം വറ്റി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ഇനി ചിരകിയ തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തം 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം ബാക്കി ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചൂട് മാറുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കട്ടിയാവും. വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റും. ഇനി ബാക്കി 1/4 കപ്പും കൂടി ഞാൻ ചിരകിയ തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ചൂടൊന്ന് മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടി കൊഴക്കട്ട ഷേപ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റീമറിൻ്റെ തട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിൽ വെള്ളം ഒഴിച്ച ശേഷം ഇതിൻ്റെ തട്ടിൽ നമ്മൾ ഇതുപോലെ ഉരുട്ടി വെച്ച് വേണം ആവി കയറ്റിയെടുക്കാൻ. ഹോളുള്ള തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊഴക്കട്ട ഷേപ്പിൽ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അടുത്തടുത്തും ഇതുപോലെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് തന്നെ ആവി കയറ്റാം. മുട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതുപോലെ വലിയൊരു നാരങ്ങയുടെ സൈസിൽ 32 കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത് 1 കപ്പ് അരിക്ക്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മെല്ലെ ഈ കൊഴുക്കട്ടയുടെ വെച്ച പ്ലേറ്റ് ഇറക്കി കൊടുക്കുക. കൊഴുക്കട്ട വെള്ളത്തിൽ പോകാതെ സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടച്ച് വെച്ച ശേഷം മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിരിക്കുക. ചൂടുമാറാനായിട്ട് തേങ്ങാ ചട്നിയോടൊപ്പം കൊഴുക്കട്ട സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. താങ്ക്